ഹലോ, എല്ലാവർക്കും നമ്മുടെ പത്രമാറ്റ് സീരിയൽ പ്രൊമോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നിർത്തിയിരിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആ വീഡിയോ ക്ലിപ്പ് അനിയുടെയും നന്ദുവിനെയും കണ്ടിട്ട് അനന്തപുരി തറവാട് മൊത്തം കുലുങ്ങുന്ന രീതിക്കുള്ള ഒരു രീതിയാണ് അല്ലെ നമ്മൾ കണ്ടത്. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ ആദർശും ദേവയാനിയും നയനയും കൂടെ നമ്മുടെ അനിയുടെ കാര്യങ്ങൾ ഓർത്ത് അവരാകെ ഡെസ്പായിട്ട് സംസാരിക്കുകയാണ്. ഇതിങ്ങനെ പോയാൽ പറ്റില്ല, ഇത് ആലോചിച്ച് നമ്മൾ ബുദ്ധിപരമായിട്ട് ഇതിനൊരു തീരുമാനം ഒട്ടും താമസിയാതെ തന്നെ എടുക്കണമെന്നാണ് ദേവയാനി പറയുന്നത്. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അമ്മ ഞാനിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് അറിയില്ല, എനിക്ക് അവൻ്റെ മുമ്പിൽ പോലും പോകാനുള്ള ഒരു ഇത് ഇല്ല. കാരണം അവൻ ഏത് രീതിയിൽ പ്രതികരിക്കും. കാരണം വെച്ചാൽ അവൻ ആദ്യമേ കല്യാണത്തിന് മുന്നേ പറഞ്ഞതാണ് ഈ കല്യാണം വേണ്ടാന്നും എനിക്ക് നന്ദൂരെ ഇഷ്ടമാണെന്നും പറഞ്ഞതാണ്. അന്നൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് പറഞ്ഞാണ് ഇന്നലത്തെ നമ്മുടെ പത്രമാറ്റ് വൈൻഡിപ്പ് ചെയ്യുന്നത്. ഇന്ന് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ നന്ദു ഡ്യൂട്ടി പരമായിട്ട് റോഡിൽ വണ്ടികളുടെ ചെക്കിങ്ങിനും കാര്യങ്ങളും വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ അബിയും നമ്മുടെ നവ്യയും കൂടെ കടന്ന് കാറിൽ വരെയാണ്. അപ്പം നന്ദുവിനെ കണ്ടപ്പോൾ കാർ ഒതുക്കി അവർ കടന്നു വന്നപ്പോൾ അവള് ചിരിച്ചു, നന്ദു ചിരിച്ചു. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, മോളെ നീ അറിഞ്ഞോ അനാമിക വീട്ടിൽ നിന്ന് പിണങ്ങി പോയതിന്റെ ദേഷ്യത്തിന് അനിയുടെ അമ്മ ആ വീഡിയോ ക്ലിപ്പ് എല്ലാം കൊണ്ടുവന്ന് നിന്റെ അനിയുടെ വീഡിയോ ക്ലിപ്പ് കൊണ്ടുവന്ന് മുത്തശ്ശിയും കാണിച്ച് ആകെ സീനായിരിക്കുകയാണ്. നന്ദു അത് കേട്ടിട്ട് ആകെ ഷോക്കഡായി പോവുകയാണ്. അപ്പോൾ അഭി പറയണം, അമ്മ അത് കാണിച്ചതിൽ തെറ്റൊന്നുമില്ലല്ലോ, അമ്മായി കാണിച്ചതിൽ തെറ്റൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ അതിലെന്താണ് തെറ്റ്, ഏതൊരു പെണ്ണും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ എന്നുള്ളത് പറയുന്നുണ്ട്. അനാമികയുടെ ഭാഗത്ത് വലിയ തെറ്റൊന്നുമില്ല, അവൾക്കൊരു പ്രായപക്വത കുറവുണ്ടെന്നേ ഉള്ളൂ എന്ന് അഭി പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, പിന്നെ എന്ത് പക്വത, എനിക്ക് മാത്രമേ ഉള്ളൂ കുറ്റം, അവൾ ഈ കാട്ടിക്കൂട്ടി നടക്കുന്നതൊന്നും തെറ്റല്ല എന്നാണോ പറയുന്നത്. ഇപ്പൊ ഇവിടുത്തെ വിഷയം അതല്ലല്ലോ, ഇനി ആ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് ഇപ്പൊ അതിൽ പ്രതി ഞാനും കൂടെ ആവേയില്ല, അതല്ലേ ഇവിടുത്തെ മെയിൻ വിഷയം. അപ്പൊ നന്ദു ആകെ ഡെസ്പായി പോകണം. എന്നിട്ട് നമ്മുടെ നവ്യ പറയുന്നുണ്ട്, എന്തായാലും നീ അനിയുടെ ഭാഗത്ത് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു മോളെ, നീ അവൻ വരുമ്പോഴൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറേണ്ടതല്ലായിരുന്നു, നീ കൂടുതൽ ഇത്ര അടുത്തിട്ടല്ലേ. ചേച്ചി ഞാൻ അന്നുണ്ടായ സിറ്റുവേഷൻ പറഞ്ഞില്ല, അവൻ്റെ അടുത്ത് ഞാൻ അത്രയും ഷൗട്ട് ചെയ്തതിന്റെ പേരിലാണ് അവൻ അന്ന് അവിടെ നിന്ന് ഫോൺ ഓഫ് ചെയ്ത് ഇറങ്ങി പോയിട്ട് പിന്നെ രാത്രി എത്ര പേരെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് പിന്നെ അവനെ കണ്ടു കിട്ടുന്നത്. അന്നുണ്ടായ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞതില്ല, എൻ്റെ ഭാഗത്തുള്ള ന്യായം ഞാൻ പറഞ്ഞതാണല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്, അത് വേറൊരു രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ അഭി പറയാണ്, ചേട്ടൻ്റെ തനി പകർപ്പാണ് അനിയൻ എന്ന രീതിയിലാണ് നടക്കുന്നത്. ചേട്ടന് രണ്ട് ഭാര്യയും ഒരു കുട്ടിയൊക്കെ ആണല്ലോ, എന്നിട്ട് അവൻ വല്ല അന്തസ്സോടെ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ അത് തന്നെ പിന്തുടരാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അനി എന്ന് അഭി പറയുമ്പോഴത്തേക്ക് നന്ദു അവനെ ഒന്ന് തുറിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട്, ആ കേസ് സംബന്ധിച്ച് ഞാൻ ഇതുവരെ പോയിട്ടില്ല, ആ കേസുമായിട്ട് ഞാൻ പോവുകയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ കുറ്റവാളിയെ ഞാൻ കണ്ടുപിടിച്ചു കൊണ്ടുവരുമെന്നും ഒരു താക്കീത് പോലെ അബിയുടെ അടുത്ത് പറയുന്നുണ്ട്. അബിയുടെ വിചാരം നന്ദുവിനും ഈ കേസൊന്നും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ തന്നെ നയന പറയുന്നത്, സത്യം പറയാലോ, എൻ്റെ കുഞ്ഞിനെ എടുക്കുന്ന പോലും ആദർശമായിട്ട് എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അയാളെ കാണുന്ന കൂടി എനിക്ക് ഇഷ്ടമല്ല, പിന്നെ എന്ത് ചെയ്യാൻ, ഒരു വീട്ടിലായി പോയില്ലേ, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും സംസാരിച്ച് കഴിഞ്ഞിട്ട് നന്ദു പറയുന്നത്, എന്നിട്ട് നവ്യ നന്ദുവിനോട് പറയുന്നുണ്ട്, മോളെ എനിക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല, എന്നാൽ നീ പിന്നെ കേസ് കണ്ടുപിടിച്ച് തെളിയിച്ച് അത് കൊണ്ടുപോവാ ആരാണ് എന്നുള്ളത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ നിന്റെ കാര്യം നോക്കുക, ഇതിലിപ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് പുറലോകം അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും വരാനില്ല, നീ ഒരു പെൺകുട്ടിയാണ്, നിന്റെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്, അങ്ങനെ വല്ലവന്മാരും കണ്ട് അതിൽ എനിക്ക് എന്തെങ്കിലും ചീത്തപ്പേര് വരണമെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചോളാം, അല്ലാണ്ട് എനിക്ക് അതിൽ വലിയ വിഷയമുള്ള കേസൊന്നും അല്ല എന്ന് പറയുന്നു. ശരി ആയിക്കോട്ടെ, നിന്റെ ഡ്യൂട്ടി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യയും അബിയും അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ അജയനും ജാനകിയും കൂടെ, അജയൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജാനകി കടന്നു വരികയാണ്. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അജയേട്ടൻ നിങ്ങൾ ഒന്ന് അനീനെ ഒന്ന് താക്കീത് പോലും നിങ്ങൾ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ അനാമിക മോള് പിണങ്ങിപ്പോയി, നിന്റെ അനാമിക മരുമോളുടെ ഭാഗത്തല്ലേ മുഖ്യ തെറ്റും, അതിൽ ഞാൻ അവൻ എന്ത് പറയാനാന്ന് ചോദിക്കുന്നു. ഓഹോ, എൻ്റെ അനാമിക മോളുടെ ഭാഗത്താണോ തെറ്റ്, എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ല എന്നിങ്ങനെ അജയൻ പറയുമ്പോൾ അതൊന്നും എന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോൾ പറയും, നിനക്കറിയോ ചേട്ടത്തിക്ക് അന്ന് മരണത്തോട് മല്ലിടിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നത് ഈ അനാമികയും അവളുടെ അമ്മയും കൂടെ പാലിൽ വിഷം കളിക്കുന്നതാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ചേട്ടത്തിക്കല്ലായിരുന്നു, നമ്മുടെ നയനയുടെ വയറ്റിലൊരു കുഞ്ഞ് ഉണ്ടായെന്നറിഞ്ഞ് അതിനെ നശിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തതാണ്. ഓഹോ, എന്തൊക്കെ കഥകളാണ് അജയേട്ടൻ നിങ്ങൾ കണ്ടു, ഇതൊക്കെ നമ്മുടെ ഡിസൈനറിന്റെ പുതിയ കഥകളായിരിക്കും എന്ന് പറഞ്ഞ് ജാനകി നയനേനെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പൊ നീ ആ കുട്ടീനെ കുറ്റപ്പെടുത്താൻ നിൽക്കട്ടെ, ഈ വന്ന് കയറുന്നതിൽ ഏറ്റവും നല്ലൊരു മരുമകൾ അവള് തന്നെയാണ്. ഓ, അവളെല്ലാവരെയും കയ്യിലെടുത്തിട്ടുണ്ടോ, ആയിക്കോട്ടെ,
അമ്മായിയമ്മേനെ കരൾ കൊടുത്തല്ലേ കയ്യിലെടുത്തിരിക്കുന്നത്. ആരെന്തൊക്കെ കഥകൾ ഇനി കെട്ടി ചമഞ്ഞ് കൊണ്ടുവന്നിരുന്നാലും ശരി, എൻ്റെ മരുമകളെ ഞാൻ അവിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകണം. അപ്പം ഇത് കേൾക്കുമ്പോൾ അജയൻ പറയുന്നുണ്ട്, ആ കുട്ടിയെക്കുറിച്ച് നീ ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ നിന്റെ ഞാൻ കരണം തല്ലി പൊളിക്കുമെന്ന് പറയാം. അപ്പോഴും ജാനകി കുറേ ഷൗട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന അജയൻ്റെ കൂടെ കിടന്ന് അനാമികയ്ക്ക് വേണ്ടിയിട്ട് കുറേ വാദിച്ചിട്ട് പോകുന്ന രംഗമാണ് കാണിക്കുന്നത്. പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ ജലജയാണ്. നമ്മുടെ ജലജയുടെ റൂമിൽ നിന്ന് പറയുന്നുണ്ട്, ജലജയ്ക്ക് അനന്തപുരി തറവാട് എത്രത്തോളം കൊഴി മാന്താൻ പറ്റുമോ അതാണ് അവളുടെ മൈൻഡിൽ വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവൾ സ്വമേധ അവളുടെ ഒരു കണ്ണാടി നോക്കിയിട്ട് പറയാണ്, ഈ അടുത്ത് തന്നെ ഈ അനന്തപുരി തറവാട്ടിൽ ഒരു ബോംബ് വീഴും, അതിനുള്ള എല്ലാ ലക്ഷണങ്ങളും ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജാനകി കടന്നു വരുന്നത്. നീ ആരോടാ സംസാരിക്കുന്നത്? ഞാൻ എന്നോട് തന്നെ സ്വയം ദേഷ്യപ്പെട്ട് ഈ ഇത്രയും വലിയൊരു സംഭവങ്ങൾ ഈ തറവാട്ടിൽ നടന്നിട്ടും ഒരാൾക്ക് പോലും ഒരു പ്രതികരണം ഇല്ലല്ലോ ജാനകി എന്ന് ജലജ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞിട്ട് ജാനകി ജലജയോട് പറയുന്നുണ്ട്, ഇപ്പൊ പുതിയ കണ്ടുപിടുത്ത കഥകളൊക്കെയാണ് വരുന്നത്. അജയേട്ടൻ ഇന്ന് പറയാണ്, ഈ അനാമികയുടെ അമ്മയും കൂടെയാണ് നമ്മുടെ ചേട്ടത്തിനെ വിഷം ഉള്ളി ചെല്ലാൻ കാരണം, അവരാണ് വിഷം കളിക്കുന്നത്. ഇതൊക്കെ ആ നയനയായിരിക്കും പറഞ്ഞു പരത്തുന്നത്. അവള് തന്നെയാണ് ഇതിന്റെ എല്ലാം മെയിൻ, ഈ കുടുംബത്തിന്റെ ഏറ്റവും മെയിൻ ഒരു ഇത്തിക്കണ്ണി എന്ന് പറയുന്നത് നയനയാണെന്നാണ് അവർ രണ്ടുപേരും പറയുന്നത്. ഇനിയിപ്പോൾ ഇതിന് എന്താ ഒരു പോംവഴി എന്ന് അവർ ആലോചിക്കുമ്പോഴാണ് ജലജ പറയുന്നത്, നീ ഇനി ചെയ്യേണ്ട ഒരു കാര്യം അനിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ അങ്ങ് മാറ്റി വയ്ക്കുക. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഞാനത് ആലോചിച്ച കാര്യം തന്നെയാണ്, നീ ഇപ്പം തന്നെ പോയി ആ ഫോൺ മാറ്റി വെക്കുമെന്ന് പറഞ്ഞ് ജലജ ജാനകിനെ പറഞ്ഞു വിടുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സീന് അനി ഇങ്ങനെ ഇരിക്കുമ്പോൾ ജാനകി ചെന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ മൊബൈൽ ഇങ്ങ് തന്നേരെന്ന് പറഞ്ഞിട്ട് അനിയുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ വാങ്ങിയെടുക്കുകയാണ്. ഇനി നീയും നന്ദുവും തമ്മിൽ ചാറ്റിങ്ങും കോളൊന്നും ചെയ്യേണ്ടെന്ന് പറയാം. അപ്പോൾ അനി ആകെ ആമേ ഫോണിങ് തരുമോ, എൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്കും എൻ്റെ പല ഡോക്യുമെൻറ്റ്സും അതിലാണ്, എന്താവശ്യത്തിനാണെങ്കിലും ശരി ഇനി കുറച്ച് നാൾ നീ മൊബൈൽ യൂസ് ചെയ്യേണ്ടെന്ന് ജാനകി പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ മൊബൈൽ തന്നെയാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നത്തിനും തന്നെ, ഒരു കുടുംബം നശിക്കണത് ഈ മൊബൈലാണ്. അപ്പോൾ അമ്മ മൊബൈൽ യൂസ് ചെയ്യുന്നില്ലെന്ന് അനി ചോദിക്കും. ഞാൻ ആവശ്യത്തിന് കോൾ ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, നിന്നെ പോലെ ഈ പെണ്ണുങ്ങളെ വിളിക്കാനും അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനും എന്ന രീതിയിൽ പറഞ്ഞ അനീനെ ഒരുപാട് ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ഈ ജാനകിയും ജലജയും കൂടെ ആ മൊബൈൽ മേടിച്ച് നേരെ ഹാളിലോട്ട് വരുമ്പോൾ നമ്മുടെ ദേവയാനിയും നയനയും അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അവരുടെ അടുത്ത് പറയും, ഞാൻ എൻ്റെ അനിയുടെ ഫോൺ ഇങ്ങനെ മേടിച്ചു. ദേവയാനിയുടെ അടുത്ത് ജാനകി പറയാണ്, ഇനി അവള് നിന്റെ അനിയത്തിനെ എങ്ങനെയാണ് വിളിക്കണേന്നുള്ള എനിക്കൊന്ന് കാണണമെന്ന് പറയും. ഞാൻ ഫോൺ ഓൺ ചെയ്ത് നോക്കി, കംപ്ലീറ്റ് നിന്റെ അനിയത്തിയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ, പിന്നെ എങ്ങനെയാ എല്ലാത്തിനും അങ്ങ് നിന്നു കൊടുക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് നയനേനെ കുറ്റപ്പെടുത്തേണ്ട. അപ്പം ദേവയാനി പറയുന്നുണ്ട്, നീ ഒരിക്കലും അവളെ കുറ്റപ്പെടുത്തണ്ട, നയനയുടെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയോ ഒരിക്കലും ഈ ഒരു കാര്യത്തിന് അവർ കൂട്ട് നിൽക്കില്ല എന്ന് ദേവയാനി പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് നയനമോളാണ്. അവള് നന്നായിട്ട് എതിർക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കാണിക്കുന്ന നന്ദു ഇന്ന് ഉണ്ടായ സീനാണ്. അതായത് നവ്യ പറഞ്ഞല്ലോ, വീട്ടിലിങ്ങനെ മുത്തശ്ശിയും നമ്മുടെ നിങ്ങളുടെ വീഡിയോ ക്ലിപ്പൊക്കെ കണ്ടു, ഇനി അത് എന്തായി കാണും എന്നുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. നന്ദു എന്ത് ചെയ്യും, ഈ അനിയുടെ ഫോണിലോട്ടൊന്നും വിളിക്കും. ഈ ഫോൺ ആ സമയം നമ്മുടെ ദേവയാനിയുടെ കയ്യിലാണല്ലോ. അപ്പോൾ ഇവരെല്ലാവരും നിൽക്കുന്ന സമയത്താണ് നന്ദുവിൻ്റെ കോള് അനിയുടെ ഫോണിൽ വരുന്നത്. അപ്പോൾ ദേവയാനി, ഇതേ നോക്ക്, നിന്റെ അനിയത്തി പറഞ്ഞു തീരുന്നുമ്പോ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോഴും മുത്തശ്ശിയും കടന്നു വരികയാണ്. മുത്തശ്ശിയും കടന്നു വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛ, മുത്തശ്ശൻ്റെ അടുത്ത് ദേവയാനി പറയുന്നുണ്ട്, അച്ഛ ദേ നന്ദു അനിയുടെ ഫോണിൽ വിളിക്കുന്നുണ്ട്, ഞാൻ അനിയുടെ ഫോൺ വാങ്ങി കുറച്ച് ദിവസം യൂസ് ചെയ്യണ്ടെന്ന് എഴുതി വെച്ചപ്പോൾ അവളിത് വിളിക്കുന്നുണ്ടോ, അച്ഛൻ തന്നെ ഇത് എടുത്തിട്ട് പറയാം. അപ്പം മൂർത്തി ഫോൺ എടുത്തിട്ട് പറയും, മോളെ നന്ദു, ഞാൻ മുത്തശ്ശനാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ, മോളെ നീ ക്യാമ്പിൽ നിന്ന സമയത്തും നിനക്ക് ഇന്ന സ്റ്റേഷനിൽ പോസ്റ്റ് വേണം എന്നുള്ള രീതിയിൽ എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറയുന്നതല്ല, പക്ഷേ എങ്കിലും മോൾ ഒരിക്കലും ഈ അനന്തപുരി കുടുംബത്തിന് ഒരു ദോഷം വരുന്ന രീതിയിൽ മോള് അതിൻ്റെ ഇടയിൽ വരാൻ പാടില്ല. അനിയും അനാമികയും വേർപിരിഞ്ഞ് പോകുന്നത് മോള് കാരണമാണ് എന്നുള്ളത് ഒരിക്കലും പറയാൻ പാടില്ല. മുത്തശ്ശൻ അതൊരിക്കലും, എൻ്റെ കുടുംബത്തിന് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് ഞാൻ ഒരിക്കലും അംഗീകരിച്ച് തരില്ല. അപ്പം മോള് കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കി കുറച്ച് പ്രാക്ടിക്കലായിട്ട് എല്ലാം ചിന്തിച്ച് ചെയ്യണമെന്ന് മുത്തശ്ശൻ ഉപദേശം കൊടുക്കുകയാണ്. പക്ഷെ നന്ദുവിനൊന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. അതിനെന്താ എന്തെങ്കിലും പറയണമെന്നുണ്ടെന്ന്, പക്ഷെ അവൾക്ക് മുത്തശ്ശൻ്റെ മുമ്പിൽ ഒന്നും പറയാനായിട്ട് പറ്റിയില്ല. അപ്പം മുത്തശ്ശൻ നല്ല രീതിയിൽ തന്നെ ഉപദേശിച്ച് വിട്ടു. അപ്പം നന്ദു ഫോൺ വെച്ചു. അപ്പം നന്ദു ആകെ വല്ലാണ്ടായിപ്പോൾ. കാര്യം എന്ന് വെച്ചാൽ അവൾ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മൂർത്തി എന്ന് പറയുന്ന മുത്തശ്ശൻ.
അത് കഴിഞ്ഞ് ദേവയാനി പറയുന്ന കണ്ടില്ലേ, പറയുന്നതാണ് നയനേനെ കുറ്റപ്പെടുത്തിയാണ്. അച്ഛൻ ഇതൊന്നും ഒരു വഴിക്കും എത്തുന്ന കേട്ടല്ല, ഇതെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഇവിടെ ഉള്ളവർ തന്നെയാണ്. അപ്പം മുത്തശ്ശൻ പറയും, നീ നയനേനെ കുറ്റപ്പെടുത്തണ്ട, നിന്റെ മകന്റെ ഭാഗത്തും തെറ്റുണ്ട്, നീ ഒരു അമ്മയാണ്, അവനെ താക്കീത് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിനക്കാണ്. അതുപോലെ തന്നെ നിന്റെ മരുമകളെയും നീ തന്നെയാണ് നേരെയാക്കേണ്ട. അവൾ അത്ര വലിയ ഇതൊന്നും ആവണ്ട. ദേവയാനി ഒരു നെക്ലസ് കൊടുത്തു, അത് കൊണ്ടുവന്ന് അവളുടെ അച്ഛൻ അത് ഏതോ ഒരു പണയക്കാരനെ പണയം വെച്ച് രംഗമൊക്കെ അറിയാമല്ലോ, ഏതോ ഒരു പ്രോപ്പർട്ടി കൊണ്ട് കാണിച്ചിട്ട് ഇവിടെ വീട് വെക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അതൊരു സീൻ ഉണ്ടായിരുന്നു. ഇപ്പൊ പറയുന്നു അത് വേണുവിന്റെ സ്ഥലമല്ല എന്ന്. ഇതൊക്കെ എന്താണ്, നമുക്ക് പണവും സമ്പാദ്യമൊന്നും ഒരു പ്രശ്നമുള്ള അല്ല എന്ന് പറഞ്ഞ് മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, എങ്കിലും അവരുടെ ഭാഗത്ത്, അനാമികയുടെ ഭാഗത്തും കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് മുത്തശ്ശിയും എടുത്ത് പറയുന്നുണ്ട്. നിന്റെ വരുമ്പോൾ ചില്ലറ കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്, ഇവിടെ കാട്ടിക്കൂട്ടിയ പ്രശ്നങ്ങളൊക്കെ ചില്ലറ കാര്യങ്ങളാണോ? അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും രണ്ട് രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കുടുംബം നമ്മളാണ് നോക്കേണ്ടതെന്നുള്ള രീതിയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി മുത്തശ്ശനും മുത്തശ്ശിയും അവരെ ഉപദേശം കൊടുക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ വരും ദിവസങ്ങളിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പത്രമാറ്റ് സീരിയലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അനാമികയും അച്ഛനും അമ്മയും എന്തൊക്കെയാണ് കുതന്ത്രങ്ങളും തന്ത്രപ്പാടുകളും ഇനി പണിയാൻ പോകുന്നതെന്നും നന്ദുവിന്റെ അനിയുടെയും ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്നും നമുക്ക് നോക്കാം. അപ്പൊ ഇന്നത്തെ പ്രൊമോ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.